മമതയുടെ ആഫീസ് പൂട്ടുക എന്ന് പറയാം. അത് ഇത്തവണ ഏതാണ്ട് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം, മമത വന്ന ശേഷവും അക്രമങ്ങൾ കുറയാൻ സാധിച്ചിട്ടില്ല. മമത ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതാണ്ട് 1 കോടിയോളം വോട്ടർമാർ SIR തീർച്ചയായും 1 കോടി വോട്ടർമാരും മമതയുടെ വോട്ടർമാരാണ്. ഓടി നടക്കുന്നുണ്ടെങ്കിൽ പെടയുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ബോഡി ലാംഗ്വേജിൽ ഇത് കാണാൻ പരാജയത്തിന്റെ ഒരു ഭീതി അവരെയും നയിക്കുന്നു. പുറത്ത് വിടായി എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയിലെ ഏറ്റവും നല്ല അഴിമതിക്കാരുള്ള ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. മമതയ്ക്ക് വേണ്ടി അക്രമം നടത്തുന്ന ഗുണ്ടകളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ദായിസത്തിലൂടെയാണ് അവർ വന്നത്. ഇടതുപക്ഷത്തിന് ഭാവിയില്ല എന്ന് കണ്ടപ്പോൾ ആ പാർട്ടി ഓഫീസുകളൊക്കെ അപ്പടി ബോർഡ് മാറ്റി പെയിന്റ് അടിച്ച് മാറ്റിയിട്ട് തൃണമൂൽ കോൺഗ്രസ് ആയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗുണ്ടകളും ഇവരുടെ കൂടെയാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുവേന്ദു അധികാരി കാണിച്ചത് മമത എല്ലാ കാലത്തും ജയിച്ചു കയറുന്ന സീറ്റാണ് അവരുടെ സീറ്റ്. അവരുടെ സീറ്റിൽ കയറിയിട്ട് ഇദ്ദേഹം മത്സരിക്കുകയാണ്. അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, ഇമ്പാക്ട് തന്നെ ഇമ്പാക്ട് കൊടുക്കും. മമതയെ ഞാൻ തോൽപ്പിക്കുമെന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുമ്പോൾ ഇദ്ദേഹത്തെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ തോൽപ്പിക്കുകയും ചെയ്തിരുന്നു മമതയെ. മമതയ്ക്കും ഏതാണ്ട് ഒരു പൾസ്, ഒരു ഇമ്പൾസ് കിട്ടി എന്നാണ്. ഭയം തട്ടിയിട്ടുണ്ട് തീർച്ചയായും. മമത ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലില്ലാത്ത വിധം ഭയപ്പെട്ടു എന്നുള്ളത് ഉറപ്പാണ്.